വ്യൂവേഴ്സ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചെമ്പനീർ പൂവിന്റെ ഈ വരുന്നൊരാഴ്ചയിലെ ആ ഒരു ഗംഭീരമായിട്ടുള്ള പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ രേവതി പോയ ദുഃഖത്തില് സച്ചി അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലും തന്റെ പുന്നാര മരുമോളായിട്ടുള്ള ശ്രുതിയെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അവളുടെ സകല കണ്ണേറ ദോഷങ്ങളും ഒക്കെ മാറ്റി ചന്ദ്രമതി ആണെങ്കിലും ചേർത്ത് നിർത്തുകയാണ്. അതെ മക്കളെ, ഇനി ഈ ഒരു മാസത്തെ കാലം അത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇവിടെ രേവതി എന്ന് പറയുന്ന ആ ഒരു ശല്യം ഒരു മാസത്തേക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിക്കും ഒരു കുഞ്ഞു പറക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചു. ശ്രുതിയാണെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലും വൈകുന്നേരം ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചി വരികയാണ്. വന്നിട്ടാണെങ്കിലോ ചന്ദ്രമതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ അറിയാൻ ആശാൻ കിച്ചണിലേക്ക് കയറുമ്പോൾ അവിടെ മുഴുവൻ പാത്രങ്ങളും കാലിയായിട്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ വിശക്കൊന്നും ഉണ്ടല്ലോ. അങ്ങനെ ഉറക്കം വരാതെ ആശാനാണെങ്കിൽ നേരെ ടെറസിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ ശ്രീകാന്ത് അവനും അങ്ങനെ അവിടെ ഉലാത്തിക്കൊണ്ട് നടക്കുമ്പോഴത്തേക്കിനും എന്താണ് ഏട്ടന് ഉറക്കമില്ലേന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. ഇല്ലടാ, രേവതി പോയിട്ട് മനസ്സിനൊന്നും ഒരു സുഖവും ഇല്ല. അത് മാത്രമല്ലടാ, നല്ലതുപോലെ വിശക്കുന്നൊക്കെ ഉണ്ട്. അമ്മയാണെങ്കിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അല്ല, നീ എന്തേലും കഴിച്ചോന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമ്പോഴത്തേക്കിനും ഏട്ടാ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോരുമ്പോഴേ കഴിച്ചു. ഏട്ടൻ എന്തെങ്കിലും ഞാൻ പുറത്തു പോയി വാങ്ങണമെന്ന് ചോദിക്കുകയാണ്. ഏയ് വേണ്ടടാ, ഇനിയിപ്പോൾ എന്തായാലും സാരയില്ലാന്നും പറഞ്ഞ് ശ്രീകാന്തിനോട് ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ അവിടെ അങ്ങനെ ഇരുന്നു. അതിനുശേഷം രേവതിയെക്കുറിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ഏട്ടന് നല്ല സങ്കടം ഉണ്ടല്ലോ ഏട്ടത്തി പോയതിൽ. എന്തായാലും സാരയില്ല, പറ്റുവാണെങ്കിൽ നാളെ തന്നെ പോയിന്ന് കാണുമ്പോഴത്തേക്കിനും മനസ്സിനൊക്കെ ഒരു സമാധാനം ആകുമല്ലോ. അല്ല മോനെ, നീ എന്താ ഇപ്പൊ ഈ സമയത്ത്, അതും ഇവിടെ എന്താ വല്ല ഫോൺ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഫോൺ ചെയ്യലൊക്കെ ഞാൻ നിർത്തി, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ് വർഷയുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നമ്മുടെ സച്ചിയോട് ശ്രീകാന്ത് പറയാണ്. അങ്ങനെ വർഷയെക്കുറിച്ച് ആലോചിച്ച് ശ്രീകാന്തും അതുപോലെ തന്നെ രേവതിയെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ സച്ചിയും കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണെങ്കിലോ സച്ചി രേവതിയെ വിളിച്ചു. അതുപോലെ തന്നെ അങ്ങോട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. രേവതി ആണെങ്കിൽ സച്ചിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മീനും അതുപോലെ തന്നെ അവന് ഇഷ്ടമുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ചന്ദ്ര അറിയുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴാണെങ്കിലോ ചന്ദ്രമതിക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി ലഭിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സുധി ഒരു ജോലിക്കാരനായി എന്നും ജോലിയിൽ ഭയങ്കര മിടുക്കനാണ് എന്നും ഒക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന നമ്മുടെ ചന്ദ്രയുടെ തലമണ്ടയ്ക്ക് തന്നെ നല്ലൊരു കൊട്ട് കിട്ടി. ചന്ദ്രയ്ക്ക് ശരിക്കും സങ്കടമായി. സുധിയുടെ ഇപ്പോഴുള്ള പണിയൊക്കെ പോയി. അങ്ങനെ സുധിയാണെങ്കിൽ വേലയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. ആധാരത്തിന്റെ കടമാണെങ്കിൽ നാൾക്ക് നാൾ പെരുകി വരുന്നുകൊണ്ട് എന്ത് ചെയ്യും? തന്റെ കെട്ടിയോൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര തലക്ക് കൈകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും തമ്മിലുള്ള അടുപ്പമൊക്കെ അവളുടെ വീട്ടുകാർ കണ്ടെത്തി. അങ്ങനെ വർഷയെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വർഷയാണെങ്കിലും അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. ശ്രീയുടെ ഫോണൊക്കെ വാങ്ങിച്ച് നമ്മുടെ വർഷ കയ്യിൽ വെച്ചല്ലോ. ഇതൊക്കെ കൊണ്ടുപോയി ശ്രീകാന്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞു, അതെ എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് ഒഴിവാകാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പൊന്നു വർഷേ, നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിനക്ക് മനസ്സിലായതല്ലേ? ഇനി നമ്മളായിട്ട് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണോ? അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് ശ്രീകാന്ത് പറഞ്ഞതും തകർന്നടിഞ്ഞ് വർഷ നിൽക്കുകയാണ്. ഇല്ല ശ്രീ, എനിക്ക് ഒരിക്കലും നിന്നെ മറക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വർഷ തന്റെ പ്രണയം അവനോട് തുറന്നു പറയുമ്പോൾ ശ്രീകാന്ത് അവിടുന്ന് പതിയെ സ്കൂട്ടായി. പിന്നീടാണെങ്കിലോ വർഷയുടെ അച്ഛനും അമ്മയും ഇവര് നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. അതിനുശേഷം പുള്ളിക്കാരനൊരു തീരുമാനം എടുത്തു. എത്രയും പെട്ടെന്ന് തന്നെ, അത് വർഷ പോലും അറിയാതെ വർഷയുടെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ തങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ വരിക. എന്തായാലും തൻ്റെ മകൾ ഒരു അഹങ്കാരിയാണെന്ന് അയാൾക്ക് നല്ലതുപോലെ തന്നെ അറിയാമല്ലോ. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വർഷയുടെ അച്ഛനാണെങ്കിലും കൂട്ടുകാരൻ്റെ മകനെ കൊണ്ട് തന്നെ വർഷയെ വിവാഹം കഴിപ്പിക്കാനുള്ള ചില പദ്ധതികളൊക്കെ ഇടുകയാണ്. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് അന്ന് തന്നെ എൻഗേജ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം പോലും നമ്മുടെ വർഷ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി വർഷ ഇറങ്ങി നേരെ വരുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പം അവൾ നല്ല രീതിയിൽ ഉടുത്തൊരുങ്ങി വരുന്നതൊക്കെ കാണുമ്പം ശ്രീകാന്ത് ആണെങ്കിലും വർഷ ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അതെ ശ്രീ, ഞാനിത് എന്തിനാ
ഒരുങ്ങിയിരിക്കുന്നതെന്ന് നിനക്കറിയാവോന്ന് ചോദിക്കാണ്. ഇല്ലടി, എന്താ ഇന്ന് പ്രത്യേകത? എന്തായാലും സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും വർഷ പറഞ്ഞു, മോനെ ഇന്ന് എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു, നീ വല്ലതും അറിയുന്നുണ്ടോ? നിന്നോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും നിന്റെ കൂടെ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടും എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ മറ്റൊരുത്തൻ്റെ തലയിൽ വെക്കാൻ നോക്കി. എന്തായാലും ഞാൻ അവിടെ നിന്നും നൈസായിട്ട് ഇങ്ങ് ഊരിപ്പോകുന്നു എന്ന് പറഞ്ഞു. ശ്രീകാന്തിൻ്റെ ചങ്കു പടപട ഇടിക്കാൻ തുടങ്ങി. നീ എന്തൊക്കെയാ പെണ്ണെ ഈ പറയുന്നത്? ദേ ഒരു കാര്യം ചെയ്, ഞാൻ കൊണ്ട് നിന്റെ വീട്ടിലാക്കാതും പറഞ്ഞ് അവൻ നമ്മുടെ വർഷയെ ആക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും വർഷ പറഞ്ഞു, ശ്രീ ഇപ്പൊ പറയണം, ഞാൻ ഇത്രയും ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ധൈര്യമെങ്കിലും നീ കാണിച്ചേ പറ്റുള്ളൂ. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തും അവന്റെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം തുറന്നു പറയാണ്. അങ്ങനെ ഇവര് ടൈപ്പായി. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സച്ചി എന്തായാലും രേവതിയുടെ വീട്ടിൽ വിരുന്ന് വന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ശരിക്കും ടെൻഷനായി. ഈശ്വര, അവള് കർക്കിടകം നിർത്താൻ വീട്ടിൽ കൊണ്ടുവന്നതാണ്, എന്നിട്ടതാ ഭർത്താവ് പിറ്റേ ദിവസം തന്നെ ഈ വീട്ടിലേക്ക് വന്നല്ലോ. ഇനിയിപ്പം ഈ വിവരങ്ങളെങ്ങാനും ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അത് മതി, രേവതിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിൽ അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പം രേവതിക്കാണെങ്കിൽ ഇവനെ പറഞ്ഞു വിടാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ജീവിതം അങ്ങോട്ട് ആസ്വദിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളും ഒക്കെ നടന്നു. നമ്മുടെ ശ്രുതിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിമലയെയും അതുപോലെ തന്നെ ആദിയെയും കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള അത്യുഗ്രനായിട്ടുള്ള ഒരു പ്രമോ വിശേഷം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ചന്ദ്രമതി സച്ചിയും രേവതിയും ആ ഒരു വീട്ടിൽ വെച്ച് സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിന് പുക്കാറുണ്ടാക്കുന്നതും ഒക്കെ ഈ വരുന്ന ആഴ്ചയിൽ വരുന്നുണ്ട്. അപ്പോൾ ദാ എല്ലാവരും കാത്തിരുന്ന് കാണണം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.